ഹായ് ഗൈസ്, തിരിച്ചു വന്നിരിക്കുന്ന വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോവുക മൈക്രോഫോൺ സൗണ്ട് ടെസ്റ്റ്. റിയൽമി ബഡ്സ് ക്യൂടെ നമ്മൾ ഇതിന്റെ മൈക്രോഫോണിന്റെ സൗണ്ട് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യും ഡിഫറെന്റ് സിനാരിയോസിൽ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റിനെ പറ്റിയും സംസാരിക്കാം. എന്നാ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, ഇതാണ് സൗണ്ട് കേൾക്കാൻ പോകുന്നത് ഹെൽമെറ്റിന്റെ അകത്ത്. ഇപ്പം ഇതിൽ രണ്ട് മൈക്ക് ഉണ്ട്. രണ്ടും നോയിസ് ക്യാൻസലിംഗ് മൈക്കും നമ്മുടെ നോർമൽ മൈക്കും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പം ഹെൽമെറ്റിന്റെ അകത്ത് ഒരു എക്കോ ക്രിയേറ്റ് ആവും. ആ എക്കോയുടെ കാരണം നമ്മളുടെ സൗണ്ട് അത്ര നല്ലതല്ലായിരിക്കും. എന്നാൽ രണ്ട് വേ ഉണ്ട് അതിനെ ആ സൗണ്ടിനെ കുറച്ച് ഓക്കെ ആക്കാൻ. ഒരെണ്ണം വൈസർ തുറന്നാൽ കുറച്ച് എക്കോ വെളിയിൽ പോവും, എക്കോ അത്ര ക്രിയേറ്റ് ആവില്ല. സെക്കൻഡ്, നമ്മള് ഒച്ച കുറച്ച് കുറയ്ക്കണം. കൂടുതൽ ലൗഡ് സംസാരിച്ചാൽ ഇതിന്റെ സൗണ്ട് നല്ലതായിരിക്കും. അത് സൂക്ഷിക്കണം. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഹെൽമെറ്റിന്റെ അകത്ത് അത്ര ഇടാനായിട്ട് ഒത്തിരി പ്രോബ്ലം ഒന്നും വന്നില്ല. ഓക്കെ, ഇപ്പൊ നമ്മള് ഫിനിഷ് മോളിന്റെ മുമ്പിലുള്ള റെഡ് ലൈറ്റിൽ നിൽക്കുക. ഒത്തിരി ട്രാഫിക് ഉണ്ട് ഇവിടെ. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്റെ ഒച്ച കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഈ സൈഡിൽ നിന്ന് കുറച്ച് കാറ്റും വരുന്നുണ്ട്. അത് കാരണം കുറച്ച് വിൻഡ് സൗണ്ട് വരും. ഹോപ്പ്ഫുള്ളി എന്റെ സൗണ്ട് അത് അതിന്റെ ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, വിൻഡ് സൗണ്ട് ടെസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്റെ ഒച്ച കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് വരിക. ഈ ഇയർഫോൺ ആണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ മൈക്കാണ് ഒച്ച കേൾക്കുന്നത്. സോ നോയിസ് ക്യാൻസലിംഗ് ഇയർഫോൺ ഏത് വാങ്ങിച്ചാലും മൈക്ക് രണ്ടും വെളിയിലാണെങ്കിൽ വിൻ സൗണ്ടിന്റെ പ്രോബ്ലം വരും. ഓക്കെ, വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇപ്പം നമ്മൾക്ക് സംസാരിക്കാം മൈക്കിന്റെ പെർഫോമൻസിനെ പറ്റി. ഇപ്പം വിൻഡ് സൗണ്ട് ഇതിന് വേണ്ടിയിട്ട് പ്രോബ്ലം ആണ്, പക്ഷെ അത് എക്സ്പെക്റ്റഡ് ആണ്. നോർമലി നോയിസ് ക്യാൻസലിംഗ് മൈക്കിൽ വിൻഡ് ഇടിച്ചാൽ ഏത് ഇയർഫോൺ ആണെങ്കിലും മറ്റേ പ്രൈമറി മൈക്കിന്റെ ഒച്ച അത് ഡൗൺ ആയി പോകും, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അത് കാരണം ബൈക്കിൽ പോയപ്പം ഹെൽമെറ്റ് ഇല്ലാതെ പോയപ്പം എൻ്റെ ഒച്ച ഒട്ടും കേൾക്കാൻ പറ്റിയില്ല, ഫുൾ വിൻഡ് ആയിരുന്നു. ഹെൽമെറ്റിന്റെ അകത്ത് ഇടുമ്പം എക്കോ ഒത്തിരി ക്രിയേറ്റ് ആവും, കാരണം രണ്ട് മൈക്ക് ഉണ്ട് ഒരു ക്ലോസ് ഏരിയയിൽ. അവർ സെയിം സൗണ്ട് എക്കോ ചെയ്തുകൊണ്ടിരിക്കും. അത് കാരണം ഹെൽമെറ്റിന്റെ അകത്ത് അത്ര നല്ലതല്ലായിരുന്നു. പക്ഷെ കുറച്ച് വൈസർ തുറന്ന ഓഡിബിൾ ആയിരുന്നു. പിന്നെ ട്രാഫിക് സൗണ്ട് ഇത് ഒരു ഡീസെന്റ് നോയിസ് ക്യാൻസലേഷൻ ചെയ്തു. കൂടുതലൊന്നും അത് മാറ്റിയില്ല, കാരണം ഇത് ലോ ലെവൽ ഫ്രീക്വൻസി ചേഞ്ച് മാറ്റുള്ളൂ, ബാക്കിയൊന്നും മാറ്റില്ല. അത് കാരണം ഇത് നോയിസ് ക്യാൻസലിംഗ് നോക്കിയിട്ട് വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ഇതൊരു ആവറേജ് പെർഫോമൻസാ. പക്ഷേ 2000 സംതിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ്. പിന്നെ മെയിൻ പ്രോബ്ലം നോയിസ് ക്യാൻസലേഷന്റെ ഇതിന്റെ മൈക്ക് പ്ലേസ്മെന്റ് ആണ്. കാരണം ഈ മൈക്കാണ് നമ്മളെ കേൾക്കുന്നത്, ഈ മൈക്കാണ് ബാക്ക്ഗ്രൗണ്ടിന് കേൾക്കുന്നത്. പിന്നെ അവിടെ മിഡിൽ ഡിസ്റ്റൻസ് അത്രയില്ല. അവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഓൾമോസ്റ്റ് സിമിലർ ഏരിയ ആണ്. അത് കാരണം ഇവർക്ക് കിട്ടുന്നത് സൗണ്ടിൽ ഡിഫറൻസിയേഷൻ അത്രയില്ല. അത് ആണ് ഇതിന്റെ മെയിൻ പ്രോബ്ലം. ഇപ്പം സൗണ്ടിനെ പറ്റി സംസാരിച്ചാൽ ഇതിന്റെ ഇയർഫോൺ ഇതിൽ 10mm ഡ്രൈവേഴ്സ് ഉണ്ട്. അത് ഒത്തിരി ബേസ് പ്രൊഡ്യൂസ് ചെയ്യും. എനിക്ക് ഇതിന്റെ ഒച്ച ഒത്തിരി നല്ല ഇഷ്ടമാണ്, കാരണം ഞാൻ ബേസഡ് ആണ്. എനിക്ക് ബേസ് ഉള്ള ഒച്ച കേട്ടാൽ എനിക്ക് ഒത്തിരി ഇഷ്ടം. പ്ലസ് നിങ്ങൾക്ക് ഇനിയും ബേസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇതിനകത്തൊരു ബേസ് പ്ലസ് ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്താൽ ഇത് ഇനിയും ബേസ് കൂടും. അത് കാരണം സൗണ്ട് സിഗ്നേച്ചർ ഒത്തിരി നല്ലതാ. മൈക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഒത്തിരി നല്ലതാ. വിൻ സൗണ്ട് നമ്മൾക്കറിയാം ഒരു പ്രോബ്ലമാണ്. പിന്നെ ബാറ്ററി ലൈഫ്, ഇതൊരു 7 hours ബാറ്ററി ലൈഫ് കൊടുക്കും. പ്ലസ് ഇതിൽ ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. എനിക്ക് ഒരു 10 മിനിറ്റ് ഇട്ടാൽ ഒരു 3 മണിക്കൂർ
ബാറ്ററി ലൈഫ് കിട്ടും. അതൊരു ഒത്തിരി നല്ല കാര്യമാണ്. എന്നാൽ അത്രേ ഉള്ളൂ. ഈ വീഡിയോന് വേണ്ടിയിട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.